ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി തങ്കമണി. അപ്പോൾ തങ്കമണി കുറിച്ച് പറയാനാണെങ്കിൽ, ഇതൊരു 1968 കാലഘട്ടത്തിൽ നടന്നൊരു റിയൽ സ്റ്റോറി ആസ്പദമാക്കി നമ്മുടെ രതീഷ് രഘുനന്ദൻ ഡയറക്റ്റും റൈറ്റും ചെയ്ത സിനിമയാണ്. അപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലീപ്, പ്രസന്ത, നിത പട്ടേൽ, സുദീപ് നായർ, അജ്മൽ, സിദ്ദിഖ് തുടങ്ങിയ കുറച്ചധികമുള്ള മനോജ് കെ ജയൻ താരനിരകളാണ്. അപ്പം ഈ മൂവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് കിടക്കാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ കുറേ ഒരു ഇടവേളയ്ക്ക് ശേഷം ദിലീപ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു അഭിനയിച്ച സിനിമയാണ്. അതേപോലെ തന്നെ മനോജ് കെ ജയൻ്റെയും സിദ്ദിഖിൻ്റെയും വേഷം അവർ വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് കണ്ടത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഷോർട്സൊക്കെ വൈഡ് ഷോർട്സും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇനി നെഗറ്റീവ് സൈഡിലോട്ട് ഇടണം. നെഗറ്റീവ് എന്ന് പറയുന്നത് കേട്ടു മറന്ന ഒരു കഥ, അതുപോലെ തന്നെ സിനിമ ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയിൽ എന്താ വോയിസിൻ്റെ ലിപ്സിങ് ക്ലിയർ ആയിട്ടില്ല, അതായത് ഡബിങ് ക്ലിയർ ആയിട്ടില്ലെന്ന് തന്നെ പറയാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഇതൊരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സീരിയൽ ടൈപ്പ് സിനിമയാണ്. ഇമോഷണലി അങ്ങോട്ട് കണക്റ്റ് ആകുന്നില്ല, പക്ഷേ ചില ഭാഗങ്ങളിലേക്ക് എൻഗേജിങ് ആയിട്ട് തോന്നി. ആകെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലെ മറ്റേ കുറ്റാന്വേഷണ രീതികൾ തന്നെയാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സ് എപ്പോഴും കേട്ട് പോകുന്ന ഒരു ക്ലൈമാക്സ്, ഒരു ട്വിസ്റ്റോ ത്രില്ലോ ഒന്നും ഉണ്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ഇത് പറ്റിയ ഒരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും വലിയ നെഗറ്റീവ് പറഞ്ഞാൽ ആ ഗ്രാമമായിട്ട് നമ്മൾ കണക്റ്റായി പോകുന്നില്ല. നമ്മുടെ ഗ്രാമമായിട്ട് എവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയാണ് തോന്നിയത്. പിന്നെ അതിൽ തന്നെ ഒരു സിങ്കില്ലാത്ത കഥ, കുറേ ക്ലീശേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഇതാക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ട് പടം എന്താ പറയുന്നത് വെച്ചാൽ, പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആർ വി ചൗധരിയാണ്. മ്യൂസീഷ്യൻ വില്യം ഫ്രാൻസ്. മ്യൂസിക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രഫി മനോജ് പിള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. എഡിറ്റർ ശ്യാം ശശിധരൻ, അതും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് ഒരു ആവറേജ് ആയിരുന്നു. അതാണ് മൂവിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പ്രശ്നവും. നല്ലൊരു ഇമോഷണൽ രീതിയിൽ സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ പടം വേറെ ലെവലിന് ഹൈപ്പ് കിട്ടിയേനെ. പക്ഷേ അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം ഒരു ഇമോഷണൽ സീൻസും കണ്ടിട്ട് നമുക്കൊരു ഭാവം തോന്നുന്നില്ല. കാരണം പ്രേക്ഷകർക്ക് കണക്റ്റ് ആകുന്നില്ല. എനിക്ക് പേഴ്സണലി ഒട്ടും കണക്റ്റ് ആയില്ല സിനിമ കണ്ട സമയത്ത്. അതാണ് ഉണ്ടായത്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഈ സിനിമയിൽ ഡബ് ആരാണെങ്കിലും ചെയ്തിരിക്കുന്നത്, ലിപ്സിംഗ് ഒക്കെ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ കുറച്ച് ഓവറായിപ്പോയി. ആർട്ടാണെങ്കിലും ആവറേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പിൻബലം ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമ ഒരു ആവറേജ് തന്നെയാണ്. ഇനി ഈ സിനിമ ആരൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദിലീപ് ഫാനാണോ, ദിലീപിന് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇതൊക്കെ മറന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു പെർഫെക്റ്റ് ഇത് OTT കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇതിനെ പിന്നെ കണ്ടമാനം റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക, സിനിമ നല്ലതാണോ അല്ലെന്ന്. ഇത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്ന തൊട്ടടുത്ത തിയേറ്ററിലാണ്. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവൊക്കെ പ്രതീക്ഷയാണ് കാണുന്നത്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷപ്പെടാൻ പറ്റില്ലെന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാലും ഇനി വരുന്ന സിനിമയിൽ ദിലീപിൻ്റെ നല്ലൊരു മൂവിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ സിനിമ റിലീസ് ചെയ്ത് തൊട്ടടുത്ത് കിട്ടാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ: 1 ലൈഫ് 1 ഡ്രീം 1 പാഷൻ. താങ്ക് യു.